എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. നല്ലൊരു വിഷു ദിനത്തിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ്, ഒരാൾ മറ്റൊരാളെ തുപ്പി. നോറയ്ക്ക് നേരെ ജാൻമണി ദാസാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുഖത്ത് തുപ്പി എന്നല്ല, നോറ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ വഴിക്ക് ജാൻമണി ദാസ് നടന്നു വന്നപ്പോൾ നോറയുടെ മുഖത്തേക്ക് നോക്കി ഥൂ എന്നുള്ള ആംഗ്യം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തുപ്പുന്ന രീതിയിൽ ഭാവിച്ചുകൊണ്ട് അവർ നടന്നുപോയി. നോറ ഇതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയും ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിനോട് പറയുകയും ചെയ്തു. ജാസ്മിൻ വന്നിട്ട് ജാൻമണി ദാസിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ബാക്കി എന്ത് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കുക. ഇതിനു മുമ്പ്, ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ വന്നിട്ട് ഒരു ഗെയിം കളിക്കുകയുണ്ടായി, ഡോക്ടർ പേഷ്യൻ്റ് ഗെയിം. അതായത് കുറച്ച് ദ്രാവകങ്ങൾ, കയ്പുള്ള ദ്രാവകങ്ങളാകാം, ജ്യൂസുകളോ എന്തെങ്കിലും ആയിരിക്കാം, സെക്ഷനായി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ തരംതിരിച്ച് വഞ്ചനാക്കുറ്റം ഈ ഗ്രൂപ്പിൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ മരുന്ന് കൊടുക്കാം, പിന്നിൽ നിന്ന് ചതിക്കുന്ന ആൾക്ക് ഈ മരുന്ന്, മാനിപ്പുലേറ്റർക്ക് ഈ മരുന്ന്, ഒപ്പം നിന്ന് കളിക്കുന്ന ആൾക്ക്, അങ്ങനെ കുറേ തരംതിരിച്ച് കുറച്ച് ദ്രാവകങ്ങൾ വയ്ക്കുകയും ഓരോരുത്തരായി വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ഇയാൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റിയ മരുന്ന് ഏതാ, അയാൾ വിളിക്കുന്ന ആൾ ഡോക്ടറും മറ്റേ ആൾ പേഷ്യൻറ്റുമായിട്ട് എല്ലാവർക്കും വരാം. അപ്പം അങ്ങനെ ഇത് കുടിപ്പിക്കുന്ന ഒരു കളി, ഒരു ഗെയിം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ നടത്തുകയുണ്ടായി. ആ സമയത്ത് നോറ വിളിച്ചത് ജാൻമണി ദാസിനെയായിരുന്നു. ജാൻമണി ദാസ് വന്നിട്ട് പറഞ്ഞു അത് കുടിക്കാൻ പറ്റില്ല എന്ന് പറയും. ലാലേട്ടൻ ജാൻമണി ദാസിനോട് പറഞ്ഞു, ജാൻമണി ദാസ്, നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകതയൊന്നുമില്ല, നിങ്ങളത് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ജാൻമണി ദാസിനെ കുടിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം നോറയോട് വന്നിട്ടുണ്ടായിരിക്കാം. ഈ സംഭവം നടന്നതിന് ശേഷമാണ് നോറയെ കണ്ടിട്ട് ഇങ്ങനെ തുപ്പുന്ന രീതിയിൽ കാണിച്ചിട്ട് പോയത്. പിന്നെ അതിന് ശേഷം അവർ വളരെയധികം പൊട്ടിത്തെറിക്കുന്നുമുണ്ടായിരുന്നു. അവർക്ക് ഓൾറെഡി കുറച്ച് എന്താ പറയുക, ഈ രോഷം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെയധികം അവർ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. ഇത് വോട്ടിനെ പുറത്ത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. അവർക്ക് വളരെയധികം വോട്ടുകൾ കുറവാണ്. നോമിനേഷനിലുള്ള വ്യക്തിയാണ് അവർ. ഇനി എന്തുണ്ടാകും, പുറത്തേക്ക് പോകുമോ ഈ ആഴ്ച എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ബിഗ് ബോസിൽ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ.